നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ. പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റെസിസ്റ്റൻസ് 19,780 ആണ്. ഇന്ന് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് ശ്രദ്ധിക്കുക. 19,750 മുകളിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല. എക്സാക്ട് ആയിട്ട് 19,750 അടുത്ത് നിന്നാണ് നിഫ്റ്റി റിവേഴ്സ് വന്നിരുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരുന്നത് 19,700 ആണ്. ഓപ്പണിംഗ് തന്നെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള അവസരമായിരുന്നു. പക്ഷേ 19,700 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. മാത്രമല്ല സപ്പോർട്ട് ലെവൽ നമ്മൾ നൽകിയിരുന്നതാണ്. 19,700 ഹോൾഡ് ചെയ്തുകൊണ്ടാണ് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ബൈറർ സെന്റിമെന്റ് ആയിരുന്നു. പക്ഷെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിലും ഒരു വോളറ്റൈൽ ആൻഡ് സൈഡ് വേസ് ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ നിഫ്റ്റി ഹൈലി ഒരു വോളറ്റൈൽ മൂവ്മെന്റിലാണ് നമ്മളിന്ന് കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഈ ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിക്കായാലും ലോവർ ലെവലിൽ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് 19,600 അടുത്താണ്. അപ്പോൾ 600 അടുത്ത് എത്തുന്ന ഒരു സമയത്ത് ഷോർട്ട് സെല്ലേഴ്സ് ഒന്ന് അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. നല്ല റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ നല്ല സപ്പോർട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. അപ്പോൾ ഒരു ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ലോവർ ലെവൽ നിഫ്റ്റിക്കായാലും 19,620. കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു സപ്പോർട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇൻ കേസ് 19,620 താഴത്തേക്ക് പോയാൽ 620 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെന്റിമെന്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു സപ്പോർട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നത്. 600 താഴത്തേക്ക് പോയി ബൗൺസ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു ബൈയുടെ സെന്റിമെന്റ് ബൗൺസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലാണ് ആ ഒരു ബൈയുടെ സെന്റിമെന്റ്. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റിലായാലും നിഫ്റ്റി ആയാലും പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. 19,700 ആണ് സപ്പോർട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു സപ്പോർട്ടിന്റെ മുകളിലേക്ക് തിരിച്ച് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റിയാണ് കൂടുതൽ സാധ്യത വരുന്നത്. അതുപോലെ തന്നെ തിരിച്ച് റെസിസ്റ്റൻസിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് പിന്നെ എപ്പോഴും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലായിട്ട് നിഫ്റ്റി നിലനിൽക്കും. അപ്പൊ അതുപോലെ തന്നെ വരും ദിവസങ്ങളിലായാലും പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ മുകളിലേക്ക് തിരിച്ച് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഗ്രസീവ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പൊ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ ലോവർ ലെവൽ മാനേജ് ചെയ്യേണ്ട സപ്പോർട്ട് ലെവൽ 19,620 ആണ്. അതിനുശേഷം ലോവർ ലെവലായാലും നിഫ്റ്റിക്ക് സപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 19,645 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതിനുശേഷം നിഫ്റ്റിയിലും അടുത്തൊരു റെസിസ്റ്റൻസ് കാണുന്നത് ഹയർ ലെവലിൽ അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത് 19,710 ആണ്. 19,710. അപ്പോൾ ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. 19,710 ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ട്രെൻഡ് തന്നെയാണ്. പക്ഷേ 19,710 മുകളിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഹയർ ലെവലിലേക്ക് ആയാലും നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമോ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇതിൻ്റെ ഒരു മുകളിൽ എപ്പോഴും ബൈക്ക് മാത്രമാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. നിഫ്റ്റിക്കായാലും ലോവർ ലെവലിൽ നല്ല ബൗൺസ് ചെയ്ത് വന്നതിന് ശേഷം നല്ലൊരു സപ്പോർട്ട് ചെയ്ത് ബൗൺസ് ചെയ്തു ഒരു ദിവസം ഹോൾഡ് നിലനിർത്തിയതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ 19,710 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്താലും ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഹയർ ലെവലിൽ കാണുന്ന റെസിസ്റ്റൻസ് 19,760 റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 710 ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇനി അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 19,645 സപ്പോർട്ട് വരുന്നത്. 645 സപ്പോർട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ 620 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ 620 താഴത്തേക്ക് പോയതിനു ശേഷം തിരിച്ച് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിഫ്റ്റിയിലെ ഇത്ര ലെവൽ ഫോളോ ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് കിട്ടും. ബാങ്ക് നിഫ്റ്റി ആയാലും എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കുക. 46,170 ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി എക്സാക്റ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തിരിക്കുന്ന ഏരിയ ശ്രദ്ധിക്കുക. 46,170. അതുപോലെ തന്നെ 46,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൽകിയിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വർക്ക് ചെയ്തിരുന്നത്. 46,000 സപ്പോർട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തെങ്കിലും നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ താഴത്തേക്ക് പോയിരുന്നില്ല.
പക്ഷേ അതിനുശേഷം തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഒന്നെങ്കിൽ വോളറ്റൈൽ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ഒരു മൂവ്മെന്റ് ആണ് സാധ്യത. കാരണം നല്ലൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇൻ കേസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ എക്സിറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യുക, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിഫ്റ്റിയെ പോലെ ബാങ്ക് നിഫ്റ്റിക്കും ലോവർ ലെവല് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് 45,750 സപ്പോർട്ട് വരുന്നത്. 45,750, 650. പ്രത്യേകം ശ്രദ്ധിക്കുക, 45,750, 650 ലോവർ ലെവലെ കുറച്ച് നല്ലൊരു സപ്പോർട്ട് വരുന്നത്. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് ഇതാണെങ്കിൽ ബൈക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. ഈ ഒരു ലെവൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. ഹയർ ലെവലിലേക്കായാലും ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു റെസിസ്റ്റൻസ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ലോ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. 860 സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്കായാലും റെസിസ്റ്റൻസ് 46,050. പ്രത്യേകിച്ച് വേറെ റെസിസ്റ്റൻസ് ലെവലുകൾ കാണുന്നില്ല. അപ്പോൾ ഹയർ ലെവലിലേക്കായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 46,050. 46,050 മുകളിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ടൈം ഫ്രെയിമോ വലിയൊരു ടൈം ഫ്രെയിമിലോ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. അതിനുശേഷം ഹയർ ലെവലിലേക്കായാലും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വരുന്നത് 46,300. 300 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 46,050 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഈ ഒരു രണ്ട് റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 46,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. 45,860 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലാണ് വരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ വീക്ക്നെസ് ആണ്. അടുത്തൊരു സപ്പോർട്ടിൽ നിന്ന് അടുത്തൊരു റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കുക. അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. നിഫ്റ്റിക്കായാലും 20,550 ഹയർ ലെവൽ റെസിസ്റ്റൻസ്. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. പക്ഷെ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ടൊരു 5 മിനിറ്റിന് ശേഷം സസ്റ്റെയിൻ ചെയ്താൽ മാത്രം. 20,550 റെസിസ്റ്റൻസ് ആണ്. 550 റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 20,320, 420 റേഞ്ച് എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് നല്ലൊരു സപ്പോർട്ടാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയെ പോലെ കുറച്ച് നല്ലൊരു സപ്പോർട്ട് ലെവലുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.